അഷ്ടദള ദീപത്തെക്കുറിച്ചും അതെങ്ങനെ തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും അതുപോലെ തന്നെ അഷ്ടദള ദീപം കൊളുത്തുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അഷ്ടദളം എന്നാൽ 8 ഇതളുകളുള്ള താമര എന്നാണ് അർത്ഥമാകുന്നത്. താമരയെ പോലെ 8 ദിക്കുകളിലേക്ക് ദീപങ്ങൾ വെച്ച് കത്തിക്കുന്നതിനാണ് അഷ്ടദള ദീപം എന്ന് പറയുന്നത്. താമരപ്പൂവിൻ്റെ ആകൃതിയിൽ 8 ഇതളുകൾ പോലെ 8 ചിരാതുകളോ ദീപങ്ങളോ ഒരു വൃത്തത്തിൽ ക്രമീകരിച്ച് കത്തിക്കുന്നതിനാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം 8 ഇതളുകളുള്ള താമര ദിവ്യമായ പരിശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ആത്മീയമായ വെളിച്ചത്തിൻ്റെയും പ്രതീകമാണ്. ഇത് പലപ്പോഴും ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹ സാഫല്യത്തിനായി അഷ്ടദള ദീപം തെളിയിക്കുന്നതും അത്യുത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ദീപം തെളിയിക്കുന്നത് ഐശ്വര്യകരമാണ്. ദീപങ്ങൾ ചിരാതിലോ നിലവിളക്കിലോ നെയ്വിളക്കിലോ തെളിയിക്കാം. തൃക്കാർത്തിക ദിനത്തിൽ മഹാലക്ഷ്മി പ്രീതിക്കായി തെളിയിക്കാവുന്ന ഒരു വിശേഷപ്പെട്ട ദീപമാണ് അഷ്ടദള ദീപം. ദീപം തെളിയിക്കുന്നത് പൊതുവെ അജ്ഞാനത്തെ അകറ്റി അറിവിൻ്റെ വെളിച്ചം നിറയ്ക്കുന്നതിൻ്റെ പ്രതീകമാണ്. അഷ്ടദള ദീപം തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഐശ്വര്യവും സമൃദ്ധിയും. മഹാലക്ഷ്മിയുമായി ബന്ധമുള്ളതിനാൽ ഇത് വീട്ടിൽ ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് വിശ്വാസം. വിജ്ഞാനം. അജ്ഞതയെ അകറ്റി അറിവും നല്ല ചിന്തകളും മനസ്സിൽ നിറയ്ക്കാൻ സഹായിക്കുന്നു. സന്തോഷവും സമാധാനവും. വീട്ടിൽ പോസിറ്റീവ് ഊർജവും ശാന്തതയും നിറയ്ക്കാനും നെഗറ്റീവ് ചിന്തകളെ അകറ്റാനും ഇത് സഹായിക്കുന്നു. അഭീഷ്ടസിദ്ധി. തൃക്കാർത്തിക ദിനത്തിൽ അഷ്ടദള ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് ഉത്തമമാണ്. ആത്മീയ വളർച്ച. ഇത് ഭക്തിയും ദൈവത്തിലുള്ള സമർപ്പണവും വർദ്ധിപ്പിക്കുകയും ആത്മീയമായ ഉന്നതിയിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അഷ്ടദള ദീപം തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കും ഉദ്യോഗ കയറ്റത്തിനും തടസ്സങ്ങൾ നീക്കുന്നതിനും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പ്രധാനമായും ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലോ തൃക്കാർത്തിക പോലുള്ള വിശേഷ ദിവസങ്ങളിലോ ഇത് തെളിയിക്കുന്നത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിക്ക് സഹായിക്കും എന്നാണ് വിശ്വാസം. തൊഴിൽ സംബന്ധമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാൻ. ശരിയായ ജോലി കണ്ടെത്താനുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നിലവിലെ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ മാറാൻ ഈ ദീപം തെളിയിക്കുന്നത് ഗുണകരമാണ്. ഉദ്യോഗ കയറ്റം. തൊഴിലിടങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാനും ശമ്പള വർധനവിനും ഇത് പ്രാർത്ഥനാപൂർവം തെളിയിക്കുന്നത് ഉത്തമമാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ. മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നത് വഴി അഭിമുഖങ്ങൾ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഈ ദീപം തെളിയിക്കുമ്പോൾ ശുദ്ധിയോടും ഭക്തിയോടും കൂടി മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ധ്യാനിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. അഷ്ടദള ദീപം 8 ദിക്കുകളെയും പ്രതിനിധീകരിക്കുന്നു. ഈ ദീപം തെളിയിക്കുന്നത് വഴി ഈ 8 ദിക്കുകളുടെയും അധിപന്മാരായ അഷ്ടദിക്പാലകരെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നും ഇത് എല്ലാ ദിശകളിൽ നിന്നും രക്ഷയും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് വിശ്വാസം. അഷ്ടദള പത്മം പലപ്പോഴും അഷ്ടലക്ഷ്മിമാരുമായി ബന്ധിപ്പിക്കാറുണ്ട്. മഹാലക്ഷ്മിയുടെ 8 പ്രധാന രൂപങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധൈര്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി. ഈ ദീപം തെളിയിക്കുന്നത് വഴി ഈ 8 രൂപങ്ങളുടെയും അനുഗ്രഹം നേടാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് ധനം, വിജയം, അറിവ്, സന്താനം, വീര്യം, ഐശ്വര്യം എന്നിങ്ങനെ 8 മേഖലകളിലും പുരോഗതി കൈവരിക്കാനും കഴിയും എന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രപരമായി 8 ദിക്കുകളും തുല്യമായി പ്രകാശിക്കുന്ന ഈ ദീപം ഗൃഹത്തിലെ ഊർജത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും. ഇത് വീട്ടിലെ താമസക്കാർക്ക് സമഗ്രമായ ശാന്തിയും സുരക്ഷയും നൽകും. സാധാരണയായി നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചാണ് അഷ്ടദള ദീപം തെളിയിക്കുന്നത്. നെയ്യ് ഉപയോഗിച്ച് തെളിയിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഉത്തമമാണ്. നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ ശനിദോഷങ്ങൾ പോലുള്ള തടസ്സങ്ങൾ നീങ്ങാനും ആരോഗ്യപരമായ നേട്ടങ്ങൾക്കും ഉത്തമമാണ്. കേരളത്തിൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് തൃക്കാർത്തിക. ഇത് വിളക്കുകളുടെ ഉത്സവമായാണ് അറിയപ്പെടുന്നത്.
തൃക്കാർത്തിക ദിനത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ദീപങ്ങൾ തെളിയിക്കുന്നത് പ്രധാന ആചാരമാണ്. ഈ ദിവസം പല ആഗ്രഹ സാഫല്യങ്ങൾക്കായി പല ആകൃതിയിലുള്ള ദീപങ്ങൾ തെളിയിക്കാറുണ്ട്. ഏതൊക്കെ ആകൃതിയിലുള്ള ദീപങ്ങളാണ് തെളിയിക്കേണ്ടത്? അതായത് ഷഡ്കോണ ദീപമുണ്ട്, ചതുരശ്ര ദീപമുണ്ട്, ത്രികോണ ദീപമുണ്ട്, വൃത്തദീപമുണ്ട്. അങ്ങനെ ഏതൊക്കെ ദീപങ്ങൾ തെളിയിക്കുന്നതിലൂടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാഫല്യമാകുന്നത് എന്നുള്ളത് ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം.